ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൃഷ്ണകുമാർ ഫാമിലി എല്ലാവർക്കും അറിയാം. കൃഷ്ണകുമാർ, അദ്ദേഹത്തിന്റെ വൈഫ് സിന്ധു കൃഷ്ണ, അവരുടെ 4 മക്കൾ, അവരുടെ ഫാമിലി, അവർക്ക് എല്ലാവർക്കും യൂട്യൂബ് ചാനലും ഉണ്ട്. അപ്പൊ അതിലൂടെ നമ്മൾ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാറുണ്ട്. പലപ്പോഴും അവർ പല വിവാദങ്ങളിലും ചെന്ന് പെടാറുണ്ട്. അവരുടെ വീട്ടില് എല്ലാ കാലത്തെയും എപ്പോഴും ഉണ്ടാവാറുള്ള ഒരു പ്രശ്നമാണ് ഈ ഭക്ഷണ പ്രശ്നം എന്ന് പറയുന്നത്. സാധാരണ പോലെ പറയുന്ന ചില കാര്യങ്ങൾ വിവാദമാവുക, അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ച് വിവാദങ്ങൾ ഉണ്ടാവുക, ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ് അവിടുത്തെ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം ഒരു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം എന്ന് പറയുന്നത് കൃഷ്ണകുമാർ ഒരിക്കൽ ഈ കുഴി കുത്തി കഞ്ഞി കൊടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. നല്ല വർണ്ണിച്ച് കുഴി കുത്തി കഞ്ഞി കൊടുക്കുമ്പോൾ ആ കഞ്ഞി കണ്ടിട്ട് കൊതി തോന്നുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര വിവാദങ്ങൾക്ക് ഇവിടെ തിരികൊളുത്തി. പൊതുവെ എല്ലാവരും ചർച്ച ചെയ്തു. അവരുടെ യൂട്യൂബ് കാണുന്ന ആളുകൾ മാത്രമല്ല, മൊത്തത്തിൽ എല്ലാവരും ചർച്ച ചെയ്തൊരു സബ്ജക്റ്റ് ആയിരുന്നു ഈ കുഴി കൊത്തി കഞ്ഞി കൊടുക്കലും സവർണ അവർണ അങ്ങനത്തെ വ്യത്യാസങ്ങളും പഴയ കാലവും പുതിയ കാലവും ഒക്കെ അന്ന് ചർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു. അന്ന് ഒരു വലിയ വിവാദങ്ങളിലും പെട്ടിരുന്നു. അതേപോലെ തന്നെ പലപ്പോഴും അവരുടെ വീട്ടിൽ ഈ ഫുഡ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. സിന്ധു കൃഷ്ണ അങ്ങനെ അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെയും കൂടെയുള്ള ഇന്റർവ്യൂകളൊക്കെ എല്ലാ കാലത്തും വരുമായിരുന്നു. കാരണം അവർ വളരെ കൗതുകമുള്ള ഒരു ഫാമിലിയാണ്. അച്ഛൻ, അമ്മ, 4 പെൺകുട്ടികൾ, ഒരേപോലെയുള്ള കാണാനൊക്കെ നല്ല രസമുള്ള കുട്ടികൾ, നല്ലൊരു ഫാമിലി. അപ്പൊ അവരുടെ ഇന്റർവ്യൂകളൊക്കെ എല്ലാ കാലത്തും വരുമായിരുന്നു. അവർക്ക് ചാനലുള്ളതിന് മുൻപും വരുമായിരുന്നു. അപ്പൊ ആ ഇന്റർവ്യൂകളിലൊക്കെ അവരിങ്ങനെ ഫുഡിനെ കുറിച്ച് പറയുക, അമ്മ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഭയങ്കര ടേസ്റ്റ് ആണ്, അല്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. അവർക്ക് ചാനലുള്ള സമയത്ത് ആളുകൾ അതിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞു, കുട്ടികൾ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്, സിന്ധുകൃഷ്ണൻ ഉണ്ടാക്കുന്ന ചിക്കൻ കറി ഒരു രസമില്ല, കാണാൻ കളറില്ല, അങ്ങനത്തെയൊക്കെ പല അഭിപ്രായങ്ങളൊക്കെ അതിന്റെ ഇടയിൽ നെഗറ്റീവുകൾ വരാം. അല്ലെങ്കിൽ അവരുടെ പഴയ കാലം പറയുമ്പോൾ നമുക്കറിയാലേ, കുറെ മെമ്പേഴ്സ് ഉള്ള വീടാവുമ്പോൾ പണ്ട് ഫുഡൊക്കെ നമ്മളിങ്ങനെ കുറച്ച് ഉണ്ടാക്കിയിട്ട് അവരത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്ന ഒരു രീതിയൊക്കെയാണ് ഉണ്ടായിരുന്നത്. പൊതുവെ കുറെ കാശുള്ള വലിയ വീടുകളെ കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കില്ലെങ്കിലും കൃഷ്ണകുമാറിന്റെ വീട്ടിലും അതെ, അവർ കുറച്ച് ചെമ്മീൻ വാങ്ങും, എന്നിട്ട് എല്ലാവരും എണ്ണി കഴിക്കും എന്നൊക്കെ ഉള്ള പോലെ അവര് ഇന്റർവ്യൂകളിലൊക്കെ പറഞ്ഞിരുന്നതൊക്കെ ആളുകൾക്ക് പരിഹസിക്കാനോ കളിയാക്കാനോ ഒക്കെ ഉള്ള കാര്യങ്ങളായിട്ട് മാറാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അവരുടെ വീട്ടിൽ അവരുണ്ടാക്കുന്ന ഫുഡ് അവരെ ചാനലിലൂടെ അവരെപ്പോഴും കാണിക്കാറുണ്ട്. പിന്നെ അവിടുത്തെ ഒരു വലിയ ഫുഡ് കണക്ട് ആയിട്ടുള്ള വിവാദം എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുന്നത് അവർ അപ്പച്ചി എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ അപ്പച്ചി എന്ന് പറയുന്നത് സിന്ധു കൃഷ്ണയുടെ അമ്മയുടെയും അച്ഛൻ്റെയും കസിനാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവരാണ് ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നത്. എല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ വീട്ടിലൊക്കെ പണ്ട് കുറച്ച് സാമ്പത്തികമായി, ചില കുടുംബങ്ങളിലൊക്കെ സാമ്പത്തികമായിട്ട് പാവപ്പെട്ട സ്ത്രീകൾ, വിവാഹം കഴിക്കാൻ നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഉണ്ട് വെച്ചാൽ അവരെ നമ്മൾ കുറച്ചുകൂടെ അതിൽ ബെറ്റർ ആയിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ സഹായിയായി നിർത്തി അവർക്കും ഒരു ഹെൽപ്പ് നമുക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിലൊക്കെ കൊണ്ടു നടക്കുന്ന ഒരു സിസ്റ്റം പണ്ടുണ്ടായിരുന്നു. നമുക്ക് ഈ അപ്പച്ചി എന്ന് പറയുന്ന വ്യക്തിയെ കാണുമ്പോഴും അങ്ങനെയാണ് നമുക്ക് തോന്നുക. കാരണം ഇവരെല്ലാവരും നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുമ്പോൾ ഈ അപ്പച്ചി എന്ന് പറയുന്ന സ്ത്രീ എപ്പോഴും അടുക്കളയിൽ കിടന്നിട്ട് ജോലി ചെയ്യുന്നത്, ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത് ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ എപ്പോഴും അതിൻ്റെ ഇടയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റ് വരാറുണ്ട്. ആ സ്ത്രീനെ നിങ്ങൾ എന്തിനാ അങ്ങനെ ജോലി എടുപ്പിക്കുന്നത്, നിങ്ങൾ അപ്പച്ചി എന്നല്ലേ വിളിക്കുന്നത്, നിങ്ങൾക്ക് ഒരു സ്നേഹമില്ലല്ലോ എന്നൊക്കെ ഉള്ള നെഗറ്റീവ് കമന്റുകൾ ധാരാളം അവർക്ക് വരാറുണ്ട്. അപ്പൊ ചില ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് കമന്റ് ഇടും. അപ്പച്ചിക്ക് ജോലി ചെയ്യുന്ന ചില ആളുകൾക്ക് ജോലി ചെയ്യുന്നത് വളരെ ഇഷ്ടമായിരിക്കും. അതുപോലെയായിരിക്കും അപ്പച്ചി എന്ന് പറയുമ്പോൾ സിന്ധു കൃഷ്ണ അതിന്റെ അടിയിൽ അതെ അതെ എന്നൊക്കെ പറഞ്ഞ് അപ്പച്ചി എന്തോ ജോലി ചെയ്യാൻ താല്പര്യമുള്ളത് കൊണ്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ കുറെ ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് കൊണ്ടാണോ എന്നറിയില്ല, അവർക്ക് വേറെയും സെർവന്റ് ഇപ്പോൾ ഉണ്ട്, അവരും ജോലി ചെയ്യാറുണ്ട്, എന്നാലും അപ്പച്ചിയും ജോലി ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ വന്ന ഒരു വിവാദം എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ദിയ കൃഷ്ണയുടെ ചാനലിൽ ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു വ്ളോഗ് ചെയ്തു. ദിയ കൃഷ്ണ പ്രസവിച്ച് കിടക്കുകയാണ്, ഇപ്പോൾ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ ചിക്കൻ കറി ഉണ്ടാക്കുന്നു. അവരുടെ വീട്ടിൽ പൊതുവെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്. ഇപ്പൊ അവിടെ 8-10 പേരുണ്ട്. ഈ 10 ആൾക്ക് കൂടെ വേണ്ടിയിട്ട് അവര് കുറച്ച് ഫുഡേ ഉണ്ടാക്കുള്ളൂ, കുറച്ച് ചിക്കൻ. പൊതുവെ 10 ആൾക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പഴയ പോലെയല്ല, ഫുഡൊക്കെ എല്ലാവരും ഇഷ്ടം പോലെ ഉണ്ടാക്കി കഴിക്കുക, ഓർഡർ ചെയ്ത് കഴിക്കുക. ഫുഡിനൊന്നും പൊതുവെ ആരും അങ്ങനെ പിശുക്ക് കാണിക്കാറില്ല, നമുക്ക് തോന്നുന്നൊക്കെ വാങ്ങി കഴിക്കുക, അങ്ങനത്തെ ഒരു രീതിയാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് കൃത്യമായ ഭക്ഷണം, അല്ലെങ്കിൽ നമ്മളെ പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യങ്ങൾ, ഇലക്കറികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് അങ്ങനത്തെ ഒരു നോക്കലൊന്നുമില്ല. എല്ലാവരും കുറേ ചിക്കൻ വാങ്ങും, കുറേ മീൻ വാങ്ങുന്നു, വെക്കുന്നു, കഴിക്കുന്നു, അങ്ങനത്തെ രീതിയാണ്. പിന്നെ ഇപ്പൊ നമ്മൾ ഈ യൂട്യൂബ് ചാനലുകളൊക്കെ കാണുന്നത് കൊണ്ട് ഒരു നാട്ടിലത്തെ കൾച്ചർ അങ്ങനെയൊന്നുമില്ല. എല്ലാ നാട്ടിലത്തെയും ഫുഡ് നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ വേറെ ജില്ലകളിലെ ഇപ്പോൾ അടുത്തടുത്ത എല്ലാ ജില്ലകളിലെയും ഫുഡ് കാണുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയ്ക്കും ഒരു ഭക്ഷണശീലം, അല്ലെങ്കിൽ ഓരോ നാടിനും ഒരു ഭക്ഷണശീലം, ഓരോ ഒരു വീടിനും ഒരു ഭക്ഷണശീലം അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. എല്ലാവരും എല്ലാ ഫുഡും ഉണ്ടാക്കുന്നു, എല്ലാ ഫുഡും ഏകദേശം ഒരേപോലെ. ഇപ്പൊ നമ്മളൊരു സദ്യ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് നോക്കിയിട്ടാണ് സദ്യ ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളുടെ ഫുഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ അവിയൽ വെക്കുമ്പോൾ കാസർഗോഡത്തെ സാമ്പാറായിരിക്കും വെക്കുക. അങ്ങനെയൊക്കെ പഠിച്ചു വരുന്ന കുട്ടികൾ, ചെറിയ പെൺകുട്ടികളൊക്കെ വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ യൂട്യൂബൊക്കെ നോക്കി വെച്ചിട്ട് പല ജില്ലയിലെ കറികളൊക്കെ ആയിരിക്കും സദ്യക്ക്
അശ്വിനിക്ക് വിളമ്പുന്നത്, അങ്ങനത്തെ ഒരു സിസ്റ്റമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാവരും ഫുഡ് ഇഷ്ടം പോലെ വാങ്ങുന്നതും കഴിക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ ഇവരുടെ വീട്ടിൽ, ഈ സിന്ധു കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അവർ കുറച്ച് ഫുഡേ വെക്കുന്നുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവർ ചിക്കൻ കറി വെക്കാൻ പോവാണ്. ആ വീട്ടിൽ 10ഓളം മെമ്പേഴ്സ് ഉണ്ട്. എന്നിട്ട് വളരെ കുറച്ച് ചിക്കൻ, ഒരു കണ്ടു കഴിഞ്ഞാൽ ഒരു 1.5-2 കിലോ ഉള്ള ഒരു ചിക്കൻ കുറച്ച് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. അതാണ് അവർ കഴിക്കാൻ പോകുന്നത്. അതിൽ 4 ചിക്കൻ കാലുണ്ട്. ചിക്കൻ കാലാണ് ഇവിടുത്തെ മെയിൻ കഥാപാത്രം. അതുകൊണ്ടാണ് പറയുന്നത് അതിൽ 4 ചിക്കൻ കാലുണ്ട്. ഏകദേശം കണ്ടാൽ നമുക്കൊരു 5 ചിക്കൻ കാലുണ്ട് തോന്നുമെങ്കിലും 4 ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അവർ ചിക്കൻ കറി വെക്കുന്നു. ദിയാകൃഷ്ണയാണ് ചിക്കൻ കറി വെക്കുന്നത്. നമ്മൾ ഈ വീടുകളിലൊക്കെ പുരുഷന്മാര്, ഭർത്താക്കന്മാര് അല്ലെങ്കിൽ ആണുങ്ങള് ചിക്കൻ കറി വെക്കുക അതൊക്കെ വലിയ ചടങ്ങാണ്. ഞാൻ ഭയങ്കരമായിട്ട് കുക്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവർ ചിക്കൻ കറി വെക്കും. അവർ ചിക്കൻ കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ ആ വീട്ടിലത്തെ സ്ത്രീകള് ഇതിന്റെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, തക്കാളി ഇതൊക്കെ റെഡിയാക്കി അരിഞ്ഞ് വൃത്തിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് പാത്രത്തിലിട്ട് ഇളക്കി വാട്ടി അതിൽ മസാലയിട്ട് ചിക്കനും ഇട്ട് വേവിച്ച് അവർ കറി വെക്കും. പിന്നെ അത് കഴിഞ്ഞുള്ള പാത്രം വരെ ഈ സ്ത്രീകൾ കഴുകണം എന്നുള്ളൊരു സിസ്റ്റമാണ്. അങ്ങനെയാണ് ഈ ദിയാകൃഷ്ണയുടെയും ചിക്കൻ കറി വെപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിന് വേണ്ട സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കുന്നതും അരിയുന്നതും ഈ അപ്പച്ചി എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ്. ടേസ്റ്റ് ദിയ വെച്ച ചിക്കൻ കറി എന്നുള്ള രീതിയിൽ കാണാം എന്നല്ലാതെ ഇതിലെ പ്രധാനപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നത് ഈ അപ്പച്ചി എന്ന് പറയുന്ന സ്ത്രീയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ ആ ചിക്കൻ കറി വെക്കുന്നു. വളരെ ദിയ ഭയങ്കര ഒരു രസകരമായിട്ട് ആ ചിക്കൻ കറി വെക്കുന്നു. കണ്ടാലും നല്ല ഭംഗിയുള്ള ഒരു ചിക്കൻ കറി തന്നെയായിരുന്നു അത്. അശ്വിനും കൂടുന്നുണ്ട്. അശ്വിൻ ക്യാമറ പിടിച്ചു കൊടുക്കുന്നുണ്ട്. അവർ സംസാരിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ കൃഷ്ണകുമാർ വരുന്നുണ്ട്. കൃഷ്ണകുമാർ ചിക്കൻ കറി കുറെ ഇളക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഹൻസിക വരുന്നുണ്ട്, ഇഷാനി വരുന്നുണ്ട്. എല്ലാവരും ചിക്കൻ കറിയെ കുറിച്ച് അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ആ ചിക്കൻ കറി റെഡി ആയ ശേഷം ചിക്കൻ കറി കഴിക്കുന്ന സീനാണ്. അപ്പോൾ അശ്വിൻ മേശപ്പുറത്തിരിക്കുന്നുണ്ട്, ദിയ അടുത്ത് നിൽക്കുന്നുണ്ട്. സിന്ധു കൃഷ്ണ അവിടെ ഇരുന്നിട്ട് ചിക്കനും ചോറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ട് ഇഷ, നല്ല ചിക്കൻ കറിയാണ് ദിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സിന്ധു കൃഷ്ണ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നു, ആ ടേസ്റ്റ് ഒക്കെ ആസ്വദിച്ചുകൊണ്ട് കഴിക്കുന്നു. അങ്ങനത്തെ ഒരു സീനാണ്. അവര് അശ്വിൻ അവിടെ ചോറ് വിളമ്പിയിട്ട് ഇരിക്കുകയാണ്. വെറും ചോറും കൊണ്ടിങ്ങനെ ഇരിക്കുന്നുണ്ട്. കറിയൊന്നും അശ്വിന് കിട്ടിയിട്ടില്ല. അപ്പോഴാണ് ഈ മുന്നിലിരുന്നിട്ട് സിന്ധു കൃഷ്ണ ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് തിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ആ സീൻ കാണുമ്പോൾ അശ്വിൻ ഒരു കൊതി പിടിച്ചിരിക്കുന്ന ഒരു സീനായിട്ട് നമുക്കത് വേണമെങ്കിൽ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ദിയ വരുന്നു. ദിയ കുറച്ച് തൈര് കൊണ്ടിരുന്നു. ദിയയ്ക്കും വിളമ്പുന്നു, അശ്വിനും വിളമ്പുന്നു. പിന്നെ ദിയയ്ക്ക് കറി വിളമ്പുന്നു. അപ്പൊ ഈ ചിക്കന്റെ കാല് ആണ് പ്രശ്നം. ചിക്കന്റെ ലെഗ് പീസ് അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും വേണം. ഹൻസിയയ്ക്ക് വേണം, ഇഷാനിക്ക് വേണം, ദിയയ്ക്ക് വേണം, അശ്വിന് വേണം, അങ്ങനെ എല്ലാവർക്കും, കൃഷ്ണകുമാറിന് വേണം, ആർക്കൊക്കെ വേണം. അതില് ചിക്കൻ കാല് വളരെ കുറവാണ്, 4 കാലേ ഉള്ളൂ. അവിടെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്, എന്റെ മക്കൾക്ക്, എന്റെ മോക്ക്, എന്റെ ഹൻസിയയ്ക്ക് അല്ലെങ്കിൽ എന്റെ ഇഷാനിക്ക് ചിക്കൻ കാലില്ലാതെ ശരിയാവില്ല, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അവർ കുറച്ച് ഒരു പ്രത്യേക പ്രൗഢിയോടുകൂടെ അങ്ങനെ ഒരു ബലം എടുത്തിട്ട് പറയുന്ന പോലെ നമുക്കത് ഫീൽ ചെയ്യും. അപ്പോൾ അശ്വിന് ചിക്കൻ കാല് വേണം. അപ്പൊ അതിന് സിന്ധു കൃഷ്ണ കമന്റ് പറയുന്നുണ്ട്, വലിയ കുട്ടികൾക്ക് ചിക്കൻ കാലില്ല, ചെറിയ കുട്ടികൾ ചിക്കൻ കാല് കഴിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ പാത്രത്തിൽ കിടന്ന് ചിക്കൻ കാലിന് വേണ്ടിയിട്ട് തപ്പിത്തരയുന്നുണ്ട് ദിയാകൃഷ്ണ. എന്നിട്ട് കുറെ തപ്പി ഒരു ചെറിയ ചിക്കൻ കാല് കണ്ടുപിടിച്ചിട്ട് ആ ചിക്കൻ കാല് ദിയ അശ്വിന് കൊടുത്തു. അതിനു മുന്നേ അശ്വിന് കൊടുക്കുന്നതിന് മുൻപ് ദിയ വിളമ്പുന്നുണ്ട്. കുറച്ച് വലിയ 2 പീസൊക്കെ ആയിട്ട് കറിയൊക്കെ ആയിട്ട് വിളമ്പുണ്ട്. അശ്വിന് കുറച്ച് കറി, കുറച്ച് ഒരു ചെറിയ ചിക്കൻ കാലും കൊടുത്തു. അപ്പൊ അശ്വിൻ ഭയങ്കര ദയനീയമായിട്ട് ചോദിക്കുന്നുണ്ട്, വലിയ കാലില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ദിയ പറയുന്നുണ്ട്, ഇല്ല അത് ഹൻസികയ്ക്ക് കഴിക്കണം, ഷാനിക്ക് കഴിക്കണം, അങ്ങനെ എന്തോ പോലെ പറയുന്നുണ്ട്. അപ്പൊ ഈ ഹൻസിക അന്ന് കഞ്ഞിയാണ് കുടിക്കുന്നത്, എനിക്ക് ചിക്കൻ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇത്ര ഗ്രാൻഡ് ആവുമെന്ന് അറിഞ്ഞില്ല. കണ്ടപ്പോൾ ഹൻസികയ്ക്ക് ഭയങ്കര കൊതി തോന്നി. അതുകൊണ്ട് ഹൻസികയും ചോറിന്റെ കൂടെ ചിക്കൻ കറി കഴിക്കുകയാണ്. നമുക്ക് ആ വ്യത്യാസം കണ്ടാൽ മനസ്സിലാവും. അശ്വിൻ കുറച്ച് ചോറ്, സൈഡിൽ ചെറിയ ഒരു പീസ് ചിക്കനും 1-2 പീസ് ചിക്കനും കുറച്ച് കറിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഹൻസികയുടെ പ്ലേറ്റ് കാണിക്കുന്നുണ്ട്, ചോറ് നമ്മൾ കാണുന്നേ ഇല്ല. ചോറിന്റെ മേലെ ഇങ്ങനെ നിറച്ച് ചിക്കൻ പീസുകളും കറിയായിട്ട് കിടക്കുന്നു. അപ്പൊ സിന്ധു കൃഷ്ണ അവിടെ ഇരുന്നിട്ട് വലിയ വലിയ ഡയലോഗുകൾ അടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കൃഷ്ണകുമാർ വന്നിട്ട് ചിക്കൻ കറിയും ചോറും കഴിച്ചിട്ട് ചപ്പാത്തി എന്തോ ആണ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആണ്, സൂപ്പർ ആയിട്ടുണ്ട് ദിയ എന്നൊക്കെ പറഞ്ഞ് ദിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ സീൻ കാണുമ്പോൾ അശ്വിൻ ഭയങ്കര ദയനീയമായിട്ട് ഒന്നും കിട്ടാതെ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് കൊതി എടുത്തിരിക്കുന്ന പോലെ ഒരു ഫീല് ആർക്കാണെങ്കിലും ഫീൽ ചെയ്യും. അപ്പൊ ഈ വീഡിയോയുടെ അടിയിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നു എന്നുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ദിയ താമസിക്കുന്നത് ദിയയുടെ വീട്ടിലാണ്, അശ്വിൻ താമസിക്കുന്നതും ദിയയുടെ വീട്ടിലാണ്. നമ്മൾ പണ്ട് മുതലേ പറയും, ഭാര്യാഗ്രഹേ പരമസുഖം, 10 ദിനം കഴിഞ്ഞാൽ പട്ടിക്ക് സമം എന്നൊക്കെ പറയും.
ഈ വീട്ടിൽ പോയി ദത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വന്ന് നിൽക്കുക, അതൊക്കെ ഭയങ്കര നാണക്കേടായിട്ടാണ് പണ്ട് കാലത്ത് നമ്മൾ കണ്ടിരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. അശ്വിൻ എന്താ ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നത്, അശ്വിന് സ്വന്തം വീട്ടിൽ പോക്കൂടെ, ഒരു ചിക്കൻ കറിക്ക് വേണ്ടിയാണോ ഇങ്ങനെ അടി കൂടുന്നത്, എന്തൊരു എച്ചിത്തരമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞ് അവർക്ക് ആയിരക്കണക്കിന് കമൻറ്റുകളാണ്. ഒന്നോ രണ്ടോ കമൻ്റ് ഒന്നുമല്ല, എല്ലാ കമൻറ്റുകളും ഇങ്ങനെയുള്ള കമൻറ്റുകളാണ്. സിന്ധു കൃഷ്ണൻ എന്തൊരു മോശമായിട്ടാണ് പെരുമാറുന്നത്, ആ സ്ത്രീക്ക് എന്തൊരു അഹങ്കാരമാണ്, എന്താ അവർ അങ്ങനെ സംസാരിക്കുന്നത്, അശ്വിനോട് അവർക്കൊരു റെസ്പെക്റ്റും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളാണ്. ഒരു പക്ഷേ അവർ അശ്വിനെ സ്വന്തം മോനെ പോലെ കരുതുന്നത് കൊണ്ട് അങ്ങനത്തെ കമൻറ്റുകളും ഉണ്ട്. അതിൽ അശ്വിനെ അവർ സ്വന്തം മോനെ പോലെ കരുതുന്നത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്, ആ അടുപ്പം കൊണ്ട് പറയുന്നതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കരുതാവുന്നേ ഉള്ളൂ. പക്ഷേ സ്വന്തം മോനെ പോലെ കരുതുന്ന അശ്വിൻ അത് സ്വന്തം വീട് പോലെ കരുതുന്നുണ്ടെങ്കിൽ അശ്വിൻ അത്രയും നേരം ചോറ് വിളമ്പി അവിടെ ഇരിക്കുമ്പോൾ ഇത്തിരി കറി എടുത്ത് അശ്വിന് സ്വന്തമായിട്ട് തൻ്റെ പ്ലേറ്റിൽ വിളമ്പി കഴിക്കാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ സിന്ധു കൃഷ്ണ എൻ്റെ മോക്ക് വേണ്ടേ, എൻ്റെ മോക്ക് ചിക്കൻ പീസ് വേണ്ടേ എന്നൊക്കെ ദേഷ്യത്തോടു കൂടെ അല്ലെങ്കിൽ ഒരു ധാർഷ്ട്യത്തോടു കൂടെ പറയുന്ന സമയത്ത് അശ്വിനും പറയാം എനിക്കും വേണമല്ലോ ചിക്കൻ പീസ്, ഞാനും എടുക്കുന്നൊക്കെ ധാർഷ്ട്യത്തോടു കൂടെ പറയാം. പക്ഷേ അശ്വിൻ വളരെ ഭവ്യതയോടുകൂടെ വിളമ്പി കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരാളെ പോലെ ഇങ്ങനെ കാത്തിരിക്കുന്നത് കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അശ്വിനോടൊരു സഹതാപം തോന്നുന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമന്റ് ഉണ്ട്. പണ്ട് കാലത്ത് പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടു, അവർക്ക് എന്തെങ്കിലും വേണമെന്ന് അവിടെ ആരും ചോദിച്ചിട്ടുണ്ടാവില്ല, കാലം മാറിയപ്പോൾ ഇങ്ങനെ ആണുങ്ങളും സഹിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ കമന്റ് കണ്ടു. പെൺകുട്ടികൾ ഒരുപാട് കാലം ഭർത്താവിൻ്റെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന് പകരമായിട്ട് ഇപ്പോൾ ആൺകുട്ടികൾ ഭാര്യയുടെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുക അല്ല വേണ്ടത്, ഒരു തുല്യതയാണ് വേണ്ടത്. ഭാര്യയുടെ വീട്ടിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ വീട്ടിലും, എന്ന് വെച്ചാൽ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിൽ അനുഭവിക്കുന്ന എല്ലാ പ്രിവിലേജുകളോടും കൂടെ അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലും അനുഭവിക്കുന്നു. അതല്ലേ തുല്യത എന്ന് പറയുന്നത്. അല്ലാതെ പണ്ട് കാലത്ത് ഭാര്യ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇനി കാലത്ത് ഭർത്താവ് കിടന്ന് കഷ്ടപ്പെടുത്തേ, അതിന് നമ്മൾ തുല്യതാന്നോ അല്ലെങ്കിൽ ഒരു മാറ്റമെന്നോ അല്ലെങ്കിൽ നല്ല മാറ്റമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ദിയയുടെ കാര്യം പറയുകയാണെങ്കിൽ ദിയ സ്വന്തം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. ദിയയും അശ്വിനും സ്വന്തം ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്. പക്ഷെ ദിയയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നുണ്ട്, അശ്വിനെയും അത്രയും ദിവസം ദിയ ആ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒറ്റ ദിവസം പോലും ദിയ അശ്വിൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒരു ഗസ്റ്റിനെ പോലെ 10 മിനിറ്റോ 15 മിനിറ്റോ ഒരു ദിവസം വിസിറ്റ് ചെയ്യുന്നു എന്നല്ലാതെ ഒരു രാത്രി പോലും ആ വീട്ടിൽ നിൽക്കുന്നത് നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ തുല്യത എന്ന് പറയാൻ പറ്റില്ല. ദിയയുടെ എന്തോ ഒരു ധാർഷ്ട്യം കാണിക്കുന്നു, അല്ലെങ്കിൽ ദിയ താൻഭാവം കാണിക്കുന്നു, അല്ലെങ്കിൽ ദിയാണ് അതിൽ വലിയ ആള്, ദിയയ്ക്കാണ് കമാൻഡിങ് പവർ, അങ്ങനെയൊക്കെ നെഗറ്റീവ് കമന്റ് വരുന്നതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഇതിങ്ങനെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ കമന്റ് ഇടുന്നവർ ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുന്നു എന്നേ ഉള്ളൂ. അശ്വിനാണ് തോന്നേണ്ടത്. അശ്വിന് അവിടെ എന്തെങ്കിലും വിവേചനം തോന്നുന്നുണ്ടെങ്കിൽ അശ്വിന് സെൽഫ് റെസ്പെക്റ്റോടുകൂടെ അശ്വിന്റെ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഒരുപോലെ കമന്റ് ബോക്സിൽ ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ തോന്നുന്ന ഒരു കാര്യം തന്നെ ആയതുകൊണ്ടാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പല അവസരങ്ങളിലും നമുക്ക് ഇങ്ങനെ ഹാർഷായിട്ട് ഇപ്പോൾ അതിന് ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നതിൽ കുറേ തവണ വന്നിട്ടുള്ളൊരു കമന്റാണ് നിമിഷ് രവിയോടും അർജുനോടും ഇതേപോലെ സിന്ധു കൃഷ്ണ പെരുമാറുമോ എന്നുള്ളത്. അത് ഒരു കാലത്ത് ഇതേപോലെ ഇപ്പൊ അശ്വിൻ ചെയ്യുന്ന പോലെ തന്നെ നിമിഷ് രവി ഈ അർജുൻ എന്ന് പറയുന്ന കുട്ടി ഇവരുടെയൊക്കെ വിവാഹം അവരറിയില്ല, നമ്മളിങ്ങനെ ഊഹങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഈ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിച്ചിട്ട് ആ വീട്ടിൽ വന്നിട്ട് താമസിക്കുന്ന ഒരു കാലത്ത് സിന്ധു കൃഷ്ണ ഇതുപോലെ നിമിഷ് രവിയോട് നീ ചിക്കൻ കാല് എടുക്കണ്ട, ചിക്കൻ കാല് ചെറിയ കുട്ടികൾക്കുള്ളതെന്ന് പറയുമ്പോൾ അപ്പൊ നമുക്കതിനെ തുല്യത എന്ന് പറയാം. എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നു അങ്ങനെ പറയാം, നമുക്ക് മക്കളെ പോലെ കാണുന്നു എന്ന് പറയാം. അല്ലാതെ അവരെ കാണുമ്പോൾ കാണിക്കുന്ന റെസ്പെക്ട് വേറെ, അശ്വിനെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു പരിഗണന വേറെ. അങ്ങനെയാകുമ്പോൾ ആളുകൾ തീർച്ചയായിട്ടും അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് കമന്റ് ഇടും എന്നുള്ളതാണ്. അവരെ ഇപ്പം നമ്മൾ അങ്ങനെ അധികം കാണുന്നില്ല. എന്നാലും സിന്ധു കൃഷ്ണ നിമിഷ് രവിയൊക്കെ കാണുന്ന രീതി അതൊക്കെ ഒരു വേറെ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇതിൻ്റെ മുൻപും ഈ ഫുഡിൻ്റെ വിഷയം അവിടെ വന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ അശ്വിൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ ദിയെ പെണ്ണ് കാണാൻ വന്നൊരു ചടങ്ങുണ്ടായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ ആളുകൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ നമ്മൾ മേശപ്പുറത്തൊക്കെ നിറച്ച് വിഭവങ്ങൾ, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാനൊക്കെ വരുമ്പോൾ നിറച്ച് വിഭവങ്ങളൊക്കെ നിരത്തി അവരെ സ്വീകരിക്കുകയാണ് ചെയ്യുക. ഇത് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറച്ച് 1-2 വട അങ്ങനെ എന്തോ പുറത്തുനിന്ന് വാങ്ങുന്ന 1-2 സാധനങ്ങൾ ഈ ലഞ്ച് ബോക്സ് പോലത്തെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചു, കാസ്ട്രോളിലോ എന്തോ അടച്ചു വെച്ചിട്ട് അതേപോലെ ആ അടച്ചു വെച്ച പാത്രം മേശപ്പുറത്ത് കൊണ്ടുവച്ചു. എന്നിട്ട് ഇവരൊക്കെ കാസ്ട്രോൾ ഇങ്ങനെ തുറന്ന് വട എടുക്കുക, അങ്ങനെ കഴിക്കേണ്ട ഒരു രീതി അതൊരിക്കലും നമ്മൾ ചെയ്യില്ല. നമ്മളൊരു ഗസ്റ്റ് വരുമ്പോൾ അവരുടെ മുന്നിൽ അവർക്ക് ഈസി ആയിട്ട് അത് എടുക്കാൻ പാകത്തിന് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക ചെയ്യുക. അതിന് പകരം
അടച്ച് ഭദ്രമാക്കി വെച്ചിട്ട് വേണമെങ്കിൽ അവർ തുറന്നെടുത്തോട്ടെ എന്നുള്ള ഭാവത്തിൽ നിൽക്കുന്നത് നമുക്ക് അന്നൊരു ഫെയർ ആയിട്ട് അന്ന് ഒരുപാട് നെഗറ്റീവ് കമന്റ് അവർക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഈ അശ്വിന്റെ വീട്ടിൽ ഇവരെല്ലാവരും കൂടെ ദിയയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ വീട് കാണാൻ പോയ സമയത്ത് അവർ വളരെ നന്നായിട്ടാണ് ഇവരോട് പെരുമാറിയതും ഇവർക്ക് ഫുഡ് കൊടുത്തതും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ആളുകൾ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റുകൾ അടിയിൽ എഴുതി വെക്കും, അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും, പറയും എന്നുള്ളതാണ്. നമ്മൾ ഒരു വ്ളോഗൊക്കെ ആയിട്ട് ഇടുമ്പോൾ കുറച്ചുകൂടെ ശ്രദ്ധിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കമന്റുകളൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ആ ഒരു അശ്വിൻ ചിക്കൻ കറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സീൻ, അല്ലെങ്കിൽ സിന്ധു കൃഷ്ണയുടെ ആ ഡയലോഗ് എന്ന് പറയുമ്പോൾ നമ്മൾ കിലുക്കത്തിലൊക്കെ ജഗതി ചേട്ടനും മോഹൻലാലും കൂടെ ഉള്ളൊരു സീൻ ഉണ്ടല്ലോ, ഇനി ചാറി മുക്കി നക്കിയാൽ മതി എന്ന് പറയുന്ന ഒരു സീൻ. ആ ഒരു ഫീലാണ് നമുക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ കമന്റ് ഇടുന്നവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവരങ്ങനെ പെരുമാറിയത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നിയത് എന്നുള്ളതാണ്. പിന്നെ നമ്മളൊക്കെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നു. അവരുടെ വീട്ടിൽ അവർ കംഫർട്ട്, അല്ലെങ്കിൽ അശ്വിൻ ആ വീട്ടിൽ വളരെ യാതൊരു ബുദ്ധിമുട്ടും തോന്നുന്നില്ല വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഈ പറഞ്ഞ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നു എന്നൊരു രീതിയാണതെന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും എല്ലാവരും നന്നായിട്ടിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി.